वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे മഴയ്ക്കും വെയിലിനും മധ്യേ വരാനിരിക്കുന്ന കർക്കിടകത്തിനെയും അത് കഴിഞ്ഞെത്തുന്ന ചിങ്ങത്തെയും വരവേൽക്കുവാൻ തയ്യാറാകുന്ന പ്രകൃതിക്കൊപ്പം ഒരു പ്രഭാതം കൂടി. കർക്കിടകം എത്തുവാൻ ഇനി 2 നാൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഈ ദിവസം നാം കാഴ്ചകളോടൊപ്പം അറിയുവാനുള്ള മഹത്തരമായ സങ്കല്പങ്ങളെ, ആ സങ്കല്പങ്ങളിലൂടെ മനസ്സിലാക്കുവാനുള്ള വിശ്വാസങ്ങളെ ഒക്കെ അറിയുവാനായി നിൽക്കുമ്പോൾ പുഴയൊഴുകുന്ന ഒരു നാടിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ മഹനീയതകൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് പറയാനുള്ളത്. അത്തരം ചില മഹനീയതകൾ, എടുത്തു പറഞ്ഞാൽ തീരാത്ത മഹനീയ ഭാവങ്ങൾ, ആദിപരാശക്തി ഭാവങ്ങൾ, അതിനെക്കുറിച്ച് പറയുവാനുള്ള ഒത്തുചേരലാണ് ഇന്ന്. ഈ ദിവസത്തെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ ക്രോധം സാധകന്റെ ശത്രുവാണ്. ക്രോധത്തിലൂടെ ശരീരത്തിലെ ഓരോ രോമകൂപത്തിൽ കൂടിയും ശക്തി നഷ്ടമാകും. ക്രോധം വരുന്ന സാഹചര്യത്തിൽ സ്വയം നിയന്ത്രിച്ച് ദൃഢനിശ്ചയത്തോടെ ഇല്ല എന്ന് തീരുമാനിക്കുക. ഏകാന്തമായി മാറിയിരുന്ന് മന്ത്രം ജപിക്കുക. മനസ്സ് താനേ അടങ്ങും. അമ്മയുടെ ഈ വാക്കുകളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് ശാന്തി ഉണ്ടാകട്ടെ. ഇന്നലെ നമ്മൾ കണ്ടത് സൂര്യകാലടിമനയുടെ കാഴ്ചകളാണ്. കോട്ടയം ജില്ലയുടെ ഭാഗമായ സൂര്യകാലടിമന. സൂര്യകാലടിമന കാണുവാൻ തുടങ്ങിയപ്പോൾ, തൊട്ടു മുൻപത്തെ ദിവസം തൃശ്ശൂരിലെ മന കണ്ടപ്പോഴുമൊക്കെ നാം പറഞ്ഞത് നമ്മുടെ പൈതൃക സമ്പത്തുകളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ ഇതുപോലെ തന്നെ സമാനമായ ചില ഭക്തിവിശ്വാസങ്ങൾ എല്ലാ ദേശത്തിനുമുണ്ട് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുവാനാണ് ഈ പ്രഭാതത്തെ നാം മാറ്റിവെക്കുന്നത്. കൊട്ടിയൂരിൻ്റെ മഹനീയതകൾ ധാരാളം പേരിലേക്ക്, ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തുകയും അവരെല്ലാവരും തന്നെ കൊട്ടിയൂരിനെക്കുറിച്ചും മണത്തനെക്കുറിച്ചും അറിയുവാനായതിൽ വളരെ ഏറെ സന്തോഷിക്കുകയും ചെയ്തു. അതിനൊരു കാരണമായതിൽ ഉദയാമൃതത്തിൻ്റെ ഓരോ അംഗങ്ങളും സന്തോഷിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും മണത്തണ എന്ന ഗ്രാമം ശങ്കരാചാര്യർ സഞ്ചരിച്ച വഴികളായാലും ശരി, ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പങ്ങളായാലും ശരി, എല്ലാം ആ വളരെ പ്രത്യേകതയോടുകൂടി നമുക്ക് പറയാനായി. മാത്രമല്ല സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു ഗ്രാമമാണ് എന്ന് മനസ്സിലാക്കുവാനായി. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് തോന്നിയത് കേരളത്തിൽ ഇത്തരം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നുവോ എന്നതാണ്. പക്ഷേ ആ ഗ്രാമത്തിൻ്റെ ആ മഹനീയതകളെല്ലാം മനസ്സിലാക്കുമ്പോഴും കേരളത്തിൽ ഇത്തരത്തിൽ പല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നുവെന്നും അതൊക്കെ തന്നെയും ഇന്ന് ആധുനികതയുടെ ആ ഒരു ഭാവങ്ങളിലേക്ക് മാറിപ്പോയി എങ്കിലും അതിൻ്റെ ചൈതന്യങ്ങളെ അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ശങ്കരാചാര്യർ സഞ്ചരിച്ച ഭൂമി ധാരാളമുണ്ട്. ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിതമായ വിഗ്രഹങ്ങൾ കൂടിക്കൊള്ളുന്ന ക്ഷേത്രങ്ങളും ധാരാളമുണ്ട്. ഇന്നലെ നാം സൂര്യകാലയുടെ മനയുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലേക്ക് എത്തിയല്ലോ.
ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഇത്തരം ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഓരോ ക്ഷേത്രങ്ങൾക്കും പ്രത്യേകതകളുമുണ്ട്. അത്തരത്തിൽ 2 ക്ഷേത്രങ്ങളാണ് ഇന്നത്തെ ദിവസം എടുത്തു പറയുവാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. ചെറുവള്ളി ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ചിത്രാലയത്തിൽ തന്നെ കുറെ ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രവും മിത്തുകളും ഇടകലർത്തി പ്രേക്ഷകരെ ഒരു പുതിയ ദൃശ്യലോകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചാനുഭവം. പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനുമായ മധുപാൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പരമ്പര ഫെബ്രുവരി 13 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് കാളിഗണ്ഡകി നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ചെറുവള്ളി ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടം കഴിഞ്ഞ് പിന്നീട് ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചെന്നെത്തുവാനാകുന്നത് ഒരു അരയാൽ തറയിലാണ്. ധാരാളം അരയാലുകൾ ഈ ക്ഷേത്രഭൂമിക്കുണ്ട്. ദേവി ആദ്യം സാന്നിധ്യമായതുപോലും ഒരു അരയാലിൻ്റെ ചുവട്ടിലാണ് എന്നും ഊഞ്ഞാലാടുന്ന ഭാവത്തിലാണ് ദേവിയെ കണ്ടത് എന്നുമൊക്കെ വിശ്വാസമുണ്ട്. നിറയെ അരയാലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അരയാലുകളുടെ താഴെ ശിലകൾ വെച്ച് ആരാധിക്കുന്നതും കാണാം. ഇങ്ങനെ അരയാലുകളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി മാത്രമേ നമുക്ക് ചെറുവള്ളി ഭഗവതി ക്ഷേത്രത്തിന് തിരുമുന്നിലെത്തുവാനാവുകയുള്ളൂ. ജലദൃഷ്ടിയായിട്ടാണ് ദേവി ഇവിടെ നിലകൊള്ളുന്നത്. അരയാലുകൾ കഴിഞ്ഞാൽ പിന്നീട് വലിയ ക്ഷേത്രക്കുളം. ക്ഷേത്രക്കുളത്തിൻ്റെ ഒരു വശത്തായി നമുക്ക് ക്ഷേത്രം ഉയർന്നു കാണാനാകും. ചെറുവള്ളി ക്ഷേത്രത്തിൽ ദേവി ആദ്യം വന്നിരുന്ന സ്ഥാനമുണ്ട്. ദേവിയെ ആദ്യം ദർശിച്ചത് ഊഞ്ഞാലിലാടുന്ന ഭാവത്തിലാണ്. എന്നാൽ അവിടെ നിന്ന് ദേവീ സാന്നിധ്യത്തെ ചൈതന്യത്തോട് കൊണ്ടുവന്ന് ആദ്യം ഇരുത്തിയ പ്രദേശത്ത് തന്നെയാണ് നാം ആദ്യം എത്തേണ്ടത്. അതിന്ന് പാട്ടമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. പുരാതനമായ രീതിയിൽ തന്നെ പാട്ടമ്പലം സംരക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തടിയിൽ തീർത്ത ധാരാളം അത്ഭുതങ്ങൾ ഇവിടെ കാണാനുണ്ട്. നേരെ പാട്ടമ്പലത്തിലെ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ പഴമയുടെ ചില അത്ഭുതങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ പാട്ടമ്പലം പണി കഴിപ്പിച്ച കാലത്തെ ആ കലാകാരന്മാർ, ഇതിനുവേണ്ടി ഒത്തുചേർന്നവർ, ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവർ, അവരെയൊക്കെ നാം മനസ്സുകൊണ്ട് വന്ദിച്ചു പോകും. അതിൽ ആദ്യം പരാമർശിക്കേണ്ടത് ഈ കാണുന്ന നാഗവളയാണ്. നാഗവള എന്നാൽ നാഗത്തിൻ്റെ രൂപമാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതിൻ്റെ ശിരസ് പുറത്തുണ്ട്. നാഗശിരസ്, സർപ്പശിരസ് പുറത്ത് കാണാനാകും. ഈ നാഗവള എന്ന ചേർപ്പ് പഴയ കാലത്തുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു രീതിയാണ്. അന്ന് തച്ചൻ ഇതെല്ലാം പണിത് കഴിഞ്ഞപ്പോൾ മൂത്ത തച്ചൻ ബാക്കിയുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിടുകയും അവരെല്ലാം ഭക്ഷണം കഴിച്ച് മടങ്ങി വരുമ്പോഴേക്കും ഇതെല്ലാം കോർത്തു വെച്ചിരിക്കുന്നതുമാണ് കണ്ടത്. ആ മൂത്ത തച്ചനല്ലാതെ ആർക്കും ഇത് അഴിക്കാനോ തിരിച്ചു വെക്കുവാനോ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള നാഗവളയാണ് ഒരു വശത്ത് കാണുന്നതെങ്കിൽ അതിന് നേരെ വശത്ത് നമുക്ക് കാണുന്നത് വില്ല് കൊണ്ടാണ് ആ കഴുക്കോലെല്ലാം യോജിപ്പിച്ചിരിക്കുന്നതാണ്. വില്ല് നമുക്ക് വ്യക്തമായി കാണാം. ഒരു തടി, ഒരു വലിയ ഒറ്റത്തടി തന്നെ വളച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്ന് കാണാം. അത് വില്ല് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒരു വശത്ത് നാഗവള, മറുവശത്ത് വില്ല്. ഈ ഒരു അത്ഭുതമുള്ള തടിയിൽ തീർത്ത അഴികളോട് കൂടിയിട്ടുള്ളൊരു നീണ്ട പുര, അത് കടന്നാണ് അകത്തേക്ക് എത്തുമ്പോൾ പാട്ടമ്പലം. പാട്ടമ്പലം എന്നാൽ കളമെഴുത്തും പാട്ടും നടത്തുന്നതും മറ്റുള്ള വിശേഷ പൂജകളും നടത്തുന്ന പ്രത്യേക സ്ഥാനമാണ്. അവിടെ ആ പൂജകളുടെ ഒരു ഊർജം തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ഉടൻ മനസ്സിലാകും. പാട്ടമ്പലത്തിലെ
കാഴ്ചകളിൽ തടിയിൽ തീർത്ത മച്ചും തടിയിൽ തീർത്ത തൂണുകളും ശ്രദ്ധ ആകർഷിക്കും. ഒരു കൂത്തമ്പലത്തിൻ്റെ എല്ലാ മട്ടും ഇവിടെ ഒത്തുചേർന്നു. പുരാതനമായ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കൂത്തമ്പലം അഥവാ പാട്ടമ്പലം ഇത്ര വിശേഷമായി നിർമ്മിച്ചിരുന്നത്. ആ പഴമകളെല്ലാം ഇവിടെ ഒത്തുചേരുന്നുണ്ട്. 800 വർഷത്തെ പഴക്കമാണ് ക്ഷേത്രത്തിന് കൽപ്പിക്കുന്നതെങ്കിൽ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഈ പാട്ടമ്പലവും ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാം. ഇവിടെ സവിശേഷമായ കാഴ്ചകളിൽ ഒന്ന്, ഒരു ദീപലക്ഷ്മി മാത്രം ഒരു വശത്ത് മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. കിഴക്കോട്ടാണെങ്കിൽ കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് തിരിയുന്ന രീതിയിലാണ് ആ ദീപലക്ഷ്മി ഉള്ളത്. പട്ടുചാർത്ത് നിൽക്കുന്ന ആ ദീപലക്ഷ്മിക്ക് ചില ചൈതന്യങ്ങളും സാന്നിധ്യങ്ങളും ഉണ്ട് എന്ന സംശയം നമുക്ക് തീർച്ചയായും തോന്നും. പാട്ടമ്പലത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ ക്ഷേത്രം വളരെ വിശാലമാണ് എന്നതിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്ക് മനസ്സിലാകും. നിരവധി ചെറു ശ്രീകോവിലോട് കൂടിയുള്ള വിശാലമായൊരു ക്ഷേത്രഭൂമി. ഈ വിശാലമായ ക്ഷേത്രഭൂമിയിൽ നേരെ മധ്യത്തിലായിട്ടല്ല, ഒരു വശത്തേക്ക് മാറിയാണ്, അതായത് തെക്ക് ഭാഗത്തേക്ക് മാറിയിട്ടാണ് പ്രധാന ക്ഷേത്രമുള്ളത്. ആദ്യം ദേവിയെ ഇവിടെ കൊണ്ടുവന്നു, പിന്നീട് യഥാവിധി അവിടേക്ക് പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്തത്. ഏതായാലും ഈ ഭൂമിയിലേക്ക് എത്തി നാം നേരെ ദേവീ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലേക്ക്, പ്രധാന മൂർത്തിയുടെ തിരുസന്നിധിയിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. സൗപർണികാ തീരവിഹാരിണി വരവീണവാദിനി മൂകാംബികേ അഴലാന്നുഴലുമെൻ മനസ്സിൽ അറിവിൻ നിറദീപമായി തെളിയൂ ദേവാംബികേ മോക്ഷപ്രദായിനി. ചെറുവള്ളി ക്ഷേത്രത്തിലെ ദേവീ സാന്നിധ്യത്തിന് ഏതാണ്ട് 1100 വർഷത്തെ പഴക്കമാണ് പറയുന്നത്. ശങ്കരാചാര്യരുടെ ഒപ്പം വന്ന ദേവീ സാന്നിധ്യമാണെന്ന് വിശ്വാസം. പിന്നീട് 800 വർഷങ്ങളായി ക്ഷേത്രം നിർമ്മിച്ചത് എന്നും ചരിത്രം പറയുന്നുണ്ട്. ക്ഷേത്രം നിർമ്മിച്ചത് ആദ്യം ചെമ്പകശ്ശേരി രാജാക്കന്മാരാണ്. അത് കഴിഞ്ഞ് പിന്നീട് ചെമ്പകശ്ശേരിയെ തിരുവിതാംകൂർ രാജാവ് പിടിച്ചടക്കുകയും അതിന് സഹായിച്ച വഞ്ഞിപ്പുഴ തമ്പുരാന് ചെറുവള്ളിയും ചിറക്കടവും പെരുവന്താനവും ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ പ്രമാണിത്വം അനുവദിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ നാടുവാഴിയായിരുന്ന വഞ്ഞിത്തമ്പുരാൻ്റെ കീഴിലും ഈ ക്ഷേത്രം അതിൻ്റെ പ്രഭാവത്തിലേക്ക് എത്തി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് 800 വർഷമായി ക്ഷേത്രം നിർമ്മിച്ചിട്ട് എങ്കിലും ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാലഘട്ടത്തിനൊപ്പം തന്നെ പല കാലഘട്ടത്തിൻ്റെ പല രാജാക്കന്മാരുടെ സ്വാധീനങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ്. ചെറുവള്ളിക്കാവ് അതിമനോഹരമായ അതിപുരാതനമായൊരു ക്ഷേത്രഭൂമിയാണ് എന്ന് ഈ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കണ്ടിരിക്കേണ്ട, പറഞ്ഞിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്ന് ഈ ബലിക്കൽപുര തന്നെ വിശേഷിപ്പിക്കും. മൂകാംബികേ ദേവി ശുഭദായിനി വരമരുളുകതായേ മൂകാംബികേ ദേവി ശുഭദായിനി വരമരുളുകതായേ അറിവിന്റെ പൊരുളായി നിറയുക നീയൻ അമ്മേ കരുണാമയി അമ്മേ കരുണാമയി മൂകാംബികേ ദേവി ശുഭദായിനി വരമരുളുകതായേ വരമരുളുകതായേ. കുടജാദ്രിയിൽ സർവജ്ഞപീഠത്തിൽ തപസ്സിരുന്ന ശങ്കരാചാര്യർ ദേവീ സാന്നിധ്യത്തെ ദർശിക്കുകയും തൻ്റെ ഒപ്പം തൻ്റെ നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ കഥകൾ നമുക്കറിയാം. മൂകാംബിക ക്ഷേത്രഭൂമിയിൽ വെച്ചിട്ടും ചോറ്റാനിക്കരയുടെ തിരുഭൂമിയിൽ വെച്ചിട്ടും ഇതേ ഐതിഹ്യ കഥകൾ നാം പറഞ്ഞിട്ടുണ്ട്. അതേ ഐതിഹ്യവുമായി, അതായത് ശങ്കരാചാര്യർ സഞ്ചരിച്ച വഴികളാണ് ഇതൊക്കെയെന്നും അവിടെയെല്ലാം ദേവീ സാന്നിധ്യങ്ങൾ ഉണ്ടായി വന്നുവെന്നും വിശ്വസിക്കുമ്പോഴാണ് മൂകാംബിക തന്നെയാണ് ചെറുവള്ളിയിൽ കുടികൊള്ളുന്നതെന്ന് നമുക്ക് അറിയാനാകുന്നത്. ചെറുവള്ളി അമ്മയെ കണ്ട് ദർശിച്ച് ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ കന്നിമൂലയിൽ ഗണപതി സാന്നിധ്യമുണ്ട്. ചെറു ശ്രീകോവിലിൽ ഗണപതി വിഘ്നങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് വിരാജിക്കുന്നു.
പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര. ഉദയാമൃതം എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ചെറുവള്ളി ഭഗവതി ക്ഷേത്രത്തിൻ്റെ വലിയ പ്രത്യേകതകൾ, അതിനോടൊപ്പം തന്നെ ശ്രീകോവിലിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ കാഴ്ചകൾ, ഇതൊക്കെയും നമ്മുടെ മനസ്സിനെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ തീർച്ചയായും ശക്തയ സമ്പ്രദായങ്ങൾ എത്രമാത്രം ശക്തിമത്തായി നമ്മുടെ ദേശത്തുണ്ടായിരുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. സതീദേവി ദേഹത്യാഗം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന കൊട്ടിയൂരിനെയും മണത്തനെയും കാണുന്നത് പോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഈ ഗ്രാമങ്ങൾക്ക്, ഈ പ്രദേശങ്ങൾക്കെല്ലാം തന്നെ ശക്തമായ ഒരു ശക്തയ സമ്പ്രദായ ആരാധനാ രീതികൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനാകുന്നു നമുക്കിവിടെ. ഇവിടെ ദേവിയുടെ മറ്റൊരു ഭാവമാണ് നാം കാണുന്നത് എന്ന് മാത്രം. എന്നാൽ കോട്ടയം ജില്ലയിൽ പനമറ്റം എന്നൊരു പ്രദേശമുണ്ട്. മറ്റം എന്നാൽ യഥാർത്ഥത്തിൽ വയലെന്നാണ് അർത്ഥം. പനകളും വയലുകളുമുള്ള പ്രദേശമാണ് പനമറ്റം എന്നറിയപ്പെട്ടിരുന്നത്. ആ ഒരു പ്രദേശത്തും ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നമുക്ക് ഭദ്രകാളി സാന്നിധ്യം കാണാനാകുന്നതിനോടൊപ്പം തന്നെ കിരാതമൂർത്തിയായി മഹാദേവനെയും അതേ ഒപ്പം തന്നെ ശ്രീപാർവതിയും കാണുവാനാകുന്നു. കിരാതഭാവത്തിലാണ് രണ്ടുപേരും ഉള്ളത്. വിഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇത്. പനമറ്റം ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ഭദ്രകാളിക്കാണ് പ്രാധാന്യം കൂടുതൽ എങ്കിലും അവിടെ മഹാദേവനും ശ്രീപാർവതിയും സാന്നിധ്യമാകുന്നുണ്ട്. ഇത് പനമറ്റം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാകുമ്പോൾ മനോഹരമായ ഈ ക്ഷേത്ര കാഴ്ചകളിലേക്ക് ചെല്ലുവാനും അരയാൽ തറകൾ കഴിഞ്ഞ് പടവുകൾ കയറിയാണ് നാം എത്തുന്നത്. ഇവിടെ നമുക്ക് അതിവിശേഷമായ ഒരു ദാരുരൂപം കാണാം. ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2 ശ്രീകോവിലുകൾ ഉള്ളതുകൊണ്ട് 2 ശ്രീകോവിലിൻ്റെ മധ്യത്തിലായി ഒരു ദാരുരൂപം കാണാം. ഒരു മുഖരൂപമാണത്. അത് ഭീമൻ്റെ മുഖരൂപമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാണ്ഡവരെ കെട്ടി ഉയർത്തുന്നത് പോലെ 5 പേരെയും കെട്ടി ഉയർത്താറുണ്ടല്ലോ പങ്കുനി ഉത്സവത്തിനോടനുബന്ധിച്ച്. ഈ കെട്ടി ഉയർത്തൽ പോലെ തന്നെ അതിന് സമാനമായ രീതിയിലുള്ള ദാരുരൂപമാണ് നമുക്ക് ഭീമൻ്റേതെന്ന് പറഞ്ഞ് കാണുവാനാകുന്നത്. പനമറ്റവും ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രദേശവുമൊക്കെ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് വേണാട് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില സ്വാധീനങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ പനമറ്റം ഭഗവതി ക്ഷേത്രം ശക്തമായ ഭാവത്തിൽ ഭദ്രകാളി സാന്നിധ്യമുണ്ട്. ഒപ്പം ശൈവവും ശാക്തയും ചേർന്നുള്ള വിശ്വാസ സമ്പ്രദായങ്ങളുമുണ്ട്. നാദസുധാമയി രാജീവലോചനെ ശ്രീ മഹാമായി സർവേശ്വരി പാർവതി പരമേശ്വര പ്രിയതേ പാർവണ സമമുഖം കണിയാകണേ. നാദസുധാമയി രാജീവലോചനെ ശ്രീ മഹാമായി സർവേശ്വരി പാർവതി പരമേശ്വര പ്രിയതേ പാർവണ സമമുഖം കണിയാകണേ. വേടൻ്റെ രൂപം പൂണ്ട് പരമശിവൻ ഭൂമിയിലേക്ക് വനത്തിലേക്ക് വന്നപ്പോൾ ഒപ്പം ശ്രീപാർവതിയും ചേർന്നു. വേടത്തിയുടെ രൂപം തന്നെ ശ്രീപാർവതിയും സ്വീകരിച്ചു. അതിൻ്റെ ആ ഭാവം, അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പ്രണയഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ചിത്രം കൂടി ഈ ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉടനെ തന്നെ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ടു മുകളിലായി നമുക്ക് കാണാം. പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ ഭാവങ്ങളും അവിടെയുണ്ട്. ബലിക്കൽപുരയൊക്കെ പുതുതായി പണിതതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴമയുടെ കാഴ്ചകൾ ഇവിടെ കുറവാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ക്ഷേത്രത്തിൻ്റെ മതിലിന്, അതായത് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന മതിലിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായി കരിങ്കല്ലിൽ തന്നെ ഒരു പ്രത്യേക ഭാവത്തിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സാധാരണ മട്ടിലുള്ള അകത്തേപ്പുര, ഹോമപ്പുരയും പാട്ടുപുരയും ഒക്കെ സാധാരണ മട്ടിലാണ്. അത് കഴിഞ്ഞാണ് നാലമ്പലത്തിനുള്ളിലേക്ക് നാം പ്രവേശിക്കുന്നത്. നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ചെറിയ 2 ശ്രീകോവിലുകളാണ് ഇവിടെ ഉള്ളത് എന്ന് കാണാം. അതിൽ ആദ്യം പ്രവേശിക്കേണ്ടതും ദർശിക്കേണ്ടതും ശ്രീപാർവതിയും പരമേശ്വരനെയുമാണ്. ശ്രീകോവിൽ തിരുമുന്നിൽ എത്തുമ്പോൾ മനോഹരമായ ശ്രീകോവിൽ കാഴ്ചകളിലേക്ക് നാം കടക്കുന്നതിന് മുൻപ് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിൻ്റെ ദ്വാരപാലക രൂപത്തെ ശ്രദ്ധിക്കും. കാരണം അതിൽ ഒന്ന് പുരുഷ രൂപവും മറ്റൊന്ന് സ്ത്രീ രൂപവുമാണ്. അകത്ത് സ്ത്രീ പുരുഷ ദൈവങ്ങൾ, അതായത് നാം പറയാറുള്ളത് പോലെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയായി നിൽക്കുന്ന ആദ്യ പുരുഷനും പ്രപഞ്ചമാതാവും അകത്ത് കുടികൊള്ളുമ്പോൾ ആ ശ്രീകോവിലിന് വേണ്ടുന്ന രീതിയിൽ ദ്വാരപാലകരുണ്ട് ഇവിടെ.
ശ്രീകോവിലിൽ രണ്ടു മൂർത്തികൾ എന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം പനമറ്റം ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യം പറഞ്ഞത്. പരമേശ്വരനും ശ്രീ പാർവതിയും. നമസ്കാര മണ്ഡപത്തിലാകട്ടെ രണ്ടു വാഹനങ്ങൾ, നന്ദികേശനും സിംഹവും. ഇത് ദർശിച്ച് നേരെ ഗണപതി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ നാം അത്ഭുതപ്പെടുന്നു. ഇവിടെയും രണ്ട് ഗണപതിമാരാണ്. ഒരേ വലിപ്പത്തിൽ ഒരേ ഭാവത്തിൽ ഇരട്ട ഗണപതികൾ സ്ഥാനമാകുന്നു. ഇതിൻ്റെ സങ്കല്പം യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥായിയായ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നും മറ്റൊരു പൂജാരി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിരുന്ന ഗണപതി വിഗ്രഹത്തെ കൂടി പൂജിക്കുവാൻ ആളില്ലാതെ ആയപ്പോൾ ഇവിടേക്ക് കൊണ്ടുവച്ചതാണെന്നാണ് പറയുന്നത്. വഞ്ചിമലയിൽ നിന്ന് അർജുനന് ഒരു ദിവ്യമായ തേജസ് ഈ ഭൂമിയിൽ അനുഭവപ്പെടുകയും അത് അന്വേഷിച്ച് അർജുനൻ താഴേക്ക് വരികയും ഇവിടെ കുറേ കുട്ടികളെ കാണുകയും ചെയ്തു. ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു നിന്ന അർജുനൻ അവർ എന്തോ ആരാധന നടത്തുകയാണെന്ന് മനസ്സിലാക്കുകയും അർജുനനും അതിൻ്റെ കൂടെ ചേരുകയും ചെയ്തു. അർജുനനും കൂടെ ചേർന്ന് ആ ആരാധനകൾ നടത്തിയപ്പോൾ ഭദ്രകാളി സാന്നിധ്യം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠയുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്ന പഴയ കഥ. ദ്വാപരയുഗത്തിൽ ദുർഗാവതാരമായി കലിയിതിനലിവേകാൻ പനമറ്റത്തമ്മയായി. ദ്വാപരയുഗത്തിൽ ദുർഗാവതാരമായി കലിയിതിനലിവേകാൻ പനമറ്റത്തമ്മയായി. അടിയന്റെ ഹൃദയത്തിൽ വാടാവിളക്കാകും പനമറ്റത്തമ്മേ ശുഭദേവരതി. ഇന്ന് രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായി, കാണുവാനായി. ചെറുവള്ളി ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ പനമറ്റം ഭഗവതി ക്ഷേത്രവും. ഈ രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇന്ന് പറയുവാനൊരു കാരണമുണ്ട്. നമ്മുടെ ദേശത്തിൽ ഉണ്ടായിരുന്ന മാതൃദായ സമ്പ്രദായ പ്രകാരമുള്ള ജീവിത രീതികളെയും അതുപോലെ തന്നെ അമ്മ ആരാധനകൾക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് എടുത്തു പറയുക എന്നത് തന്നെയാണ് ഉദ്ദേശം. മണത്തണയിൽ യോഗിനിമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾ ആരാധിച്ചിരുന്ന ദൈവീ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മുടെ എല്ലാം കേരളഭൂമിയിലാകെ പലയിടത്തും ഇതുപോലെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രഭൂമികൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾ ആരാധനകൾ നടത്തിയിരുന്ന പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. കൊറ്റംകുളങ്ങരയിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്നത് അവിടെ ആ കാലങ്ങളിൽ ദേവിയെ കണ്ടാൽ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് സ്ത്രീകളുടെ അവകാശമായിരുന്നു. അന്ന് കൊറ്റംകുളങ്ങരയിൽ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ മാത്രമാണ്. അവർ പെട്ടെന്ന് സ്ത്രീവേഷം കെട്ടി ദേവിയെ ആരാധിച്ചു എന്നൊരു വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ അത്രമാത്രം സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നൊരു ദേശമാണ് കേരളം. ആ പ്രാധാന്യത്തെ, അമ്മയെ ബഹുമാനിക്കുവാൻ, അമ്മയെ സംരക്ഷിക്കുവാൻ, അമ്മയെ കരുതുവാൻ, അല്ലാതെ എല്ലാ സ്ത്രീകളിലും നമ്മുടെ ആ സ്നേഹബന്ധങ്ങളെ കാണുവാൻ, ബഹുമാനിക്കുവാൻ, ദുർഗയാകുവാനും ശക്തിയാകുവാനും ഭക്തിയോടുകൂടി ആരാധിക്കുവാനും സ്നേഹിക്കുവാനുള്ള രാധയാകുവാനും ഒക്കെ സ്ത്രീകൾക്ക് കെൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുവാൻ ഏവർക്കും ആകട്ടെ എന്ന്, അത് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനിക്കുവാൻ ഏവർക്കും ആകട്ടെ എന്നുമുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ പൂർണ്ണമാകുന്നത്. നമസ്കാരം.